UN ജനറൽ അസംബ്ലിയിൽ ഐക്യരാഷ്ട്രസഭയെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയം എന്നാണ് ട്രംപിന്റെ വിമർശനം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഭാരതത്തെയും ചൈനയെയും US പ്രസിഡന്റ് ഇതോടൊപ്പം എതിർക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെ നിശിതമായി ട്രംപ് വിമർശിക്കുന്നതോടൊപ്പം തന്നെ പതിവ് അവകാശവാദങ്ങളും ഉയർത്തുന്നുണ്ട്. മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് നേരെ അദ്ദേഹം പലപ്പോഴും ഉന്നയിക്കുന്ന പല വിമർശനങ്ങളും ഇത്തവണയും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്? രോഹിണി, തീർച്ചയായും UN-നെ അതിശക്തമായി ആക്രമിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് UN പൊതുസഭയിലെ യോഗത്തിൽ അഭിസംബോധന ചെയ്യവേ തന്നെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു പരിഹാസത്തോടെ തന്നെയാണ് ആരംഭിച്ചത്. അത് നമുക്കറിയാവുന്നതാണ്. അത് അവിടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരിഹാസത്തോടെ, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള പരിഹാസം. അത്തരത്തിലുള്ള കെട്ടിടങ്ങളൊന്നും തന്നെ കൃത്യമായി നിർമ്മിക്കുന്നതിനോ അത് കൈകാര്യം ചെയ്യുന്നതിനോ പോലും UN-ന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീടാണ് ഈ UN-ൻ്റെ ആവശ്യമെന്ത് എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. UN-ൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പല യുദ്ധങ്ങളിലും UN-ൻ്റെ ഇടപെടൽ കാര്യമായി ഉണ്ടാകുന്നില്ല, പല പ്രശ്നങ്ങളിലും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പലയിടങ്ങളിലും UN-ൻ്റെ സാന്നിധ്യമോ ഒരു ഇടപെടലോ ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ ഈ UN ഇത്രയും വലിയൊരു തുക ചെലവഴിച്ച്, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ തുക ചെലവഴിച്ച് നിലനിർത്തുന്നത് എന്തിന് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. UN സ്ഥാപിക്കുമ്പോൾ തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിച്ചതെങ്കിൽ ഇന്ന് 75 വർഷങ്ങൾക്ക് ശേഷവും 80 വർഷമാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലും ഈ UN-ൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും വൻതോതിൽ ആയുധങ്ങൾ ശേഖരിക്കുന്ന അവസ്ഥയിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തുന്നത് തന്നെ UN-ൻ്റെ പരാജയമാണ്. ഇസ്രായേലിലെ വിഷയം, അതുപോലെ തന്നെ ഇസ്രായേലിലെ ബന്ദികളെ മോചിപ്പിക്കാത്ത വിഷയം, ഹമാസിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ UN-ൻ്റെ പരാജയത്തിന് കാരണമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ സ്പോൺസർമാരാകുകയാണ് ഭാരതം എന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറയുന്നത് ചൈനയും ഭാരതവും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്, റഷ്യയ്ക്ക് പണം ലഭ്യമാക്കുന്നതും അത് യുക്രൈൻ യുദ്ധത്തിന് സഹായമായി മാറുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം വിവരിക്കുകയും ചെയ്തത്. മാത്രമല്ല, അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, അനധികൃത കുടിയേറ്റം മാത്രമല്ല അത് കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും കടന്നു വരുന്നൊരു സാഹചര്യമാണ്, മയക്കുമരുന്ന് കടന്നു വരുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ അനധികൃത കുടിയേറ്റത്തെ സംബന്ധിച്ചും ഇന്ന് അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ പറയുകയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബൈഡനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് 4 വർഷത്തെ ഭരണം കൊണ്ട് ബൈഡൻ രാജ്യത്തെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമല്ലാത്തതും ദുർബലമാക്കി മാറ്റിയതാണ്, അമേരിക്കയെ തന്നെ ഏറെ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റു പ്രധാന വിഷയങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നത് UN-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആഗോള താപനം ഉൾപ്പെടെയുള്ള കാർബൺ ഫുട് പ്രിൻ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ അദ്ദേഹം ഈ മറ്റു വേദികളിലെല്ലാം തന്നെ, പ്രചരണ വേദികളെല്ലാം തന്നെ പ്രയോഗിച്ചു വരുന്ന ആ നിലപാട് തന്നെ ഇവിടെയും പ്രയോഗിക്കുകയായിരുന്നു. കാർബൺ ഫുട് പ്രിൻ്റ് എന്ന ആശയം പോലും, അതായത് കാർബൺ പുറന്തള്ളലും ആ പുറന്തള്ളുന്ന കാർബൺ അനുയോജ്യമായ രീതിയിൽ അത് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ അതത് രാഷ്ട്രങ്ങൾ നടത്തണമെന്ന നിലപാടിനെ, ആ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന ആശയത്തെ തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ്. അതുതന്നെ ഒരു മഠയത്തരമാണ് എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ അമേരിക്ക ഇന്ന് സുരക്ഷിതമായൊരു രാജ്യമായി മാറിയിരിക്കുന്നു. അത് അതിർത്തി സുരക്ഷാ നീക്കങ്ങളിലൂടെയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. തീർച്ചയായും ഭാരതത്തിനെതിരെയും ചൈനയ്ക്കെതിരെയും റഷ്യൻ യുദ്ധം അവസാനിക്കാത്തൊരു സാഹചര്യത്തിന് വഴിയൊരുക്കുന്നത് ഇരു രാജ്യങ്ങളുമാണ് എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ പലതും, ഇത്തരത്തിലുള്ള ലോകം മുഴുവൻ നടക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് UN എന്ന സ്ഥാപനത്തിനെ കൊണ്ട് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ UN-ൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ പ്രസക്തി എന്ത് എന്ന കാതലായ ഒരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായ ഒരു നിലപാടുകൾ പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്നത്, അതായത് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന രീതിയിൽ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും, അമേരിക്കൻ പ്രസിഡൻ്റായതിനു ശേഷമുള്ള നടപടികളും എല്ലാം തന്നെ കൃത്യമായും സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു ആശയത്തിൻ്റെ ഊന്നിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇന്ന് UN പൊതുസഭയിൽ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.